ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിന്മ നമ്മെ നശിപ്പിക്കാതിരിക്കാൻ മാനസാന്തരത്തിലേക്ക് നിരന്തരം നമ്മെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കരതാരിൽ ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാൽവരിനാഥ കരുണാമയ എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 30-ാം വാക്യം. ദ ബുക്ക് ഓഫ് എസക്കിയേൽ ചാപ്റ്റർ 18 വേഴ്സ് 30. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. എസക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് സംസാരിക്കുന്നതാണ്. പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആരും ഭൂതകാലത്തിൻ്റെ കെട്ടുപാടുകളിൽ കുരുങ്ങിക്കിടക്കേണ്ടവരല്ല എന്നാണ്. മാനസാന്തരം ഓരോരുത്തരിലെയും സാധ്യതയാണ്. നമ്മുടെ കർത്താവ് ശിക്ഷയിൽ സന്തോഷിക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ വീണ്ടെടുപ്പിൽ ആനന്ദിക്കുന്നവനാണെന്ന് തിരിച്ചറിയാം. മാനസാന്തരം അത് അപമാനത്തിൻ്റെ, ജാള്യതയുടെ, ചമ്മലിൻ്റെ വിഷയമല്ലെന്ന് നാം തിരിച്ചറിയട്ടെ. മാനസാന്തരം പ്രത്യാശയാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹോപ്പ്. ദൈവം വിശ്വസിക്കുന്നുണ്ട് നമുക്ക് മാറാൻ കഴിയുമെന്ന്. നമ്മൾ സംശയിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് ഒരാശങ്കയും അങ്കലാപ്പുമാണ്. ഇപ്പോൾ ജീവിക്കുന്ന ജീവിത ശൈലിയിൽ നിന്ന് ഇനിയൊരു മാറ്റം സാധ്യമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന നേരത്ത് കർത്താവ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവനെന്ന്. അത് പറയുമ്പോൾ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് നിനക്കതിന് കഴിയും എന്നുകൂടിയാണ്. പാടി പ്രാർത്ഥിച്ച ആ ഗീതം, ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്ന് കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാൽവരിനാഥ കരുണാമയ, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയാം. വിശുദ്ധ ഓസ്കാർ റൊമേറോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. എല്ലാ വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്, എല്ലാ പാപിക്കും ഒരു ഭാവിയും ഉണ്ട്. ഇന്ന് നമ്മൾ വിശുദ്ധരായി കാണുന്നവർ കടന്നുപോയൊരു ഭൂതകാലം അത്ര നല്ലതായിരിക്കണമെന്നില്ല. ഒരു മാനസാന്തരം നടന്നു, ഒരു വീണ്ടെടുപ്പ് അവർ അനുഭവിച്ചു. ഇന്നത്തെ പാപിക്ക് വാതിലുകൾ അടഞ്ഞുവെന്ന് വിചാരിക്കരുത്. അവൻ്റെ മുമ്പിൽ ഭാവിയുണ്ട്. പ്രത്യാശയോടെ അവൻ അതിലേക്ക് നോക്കണം. എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് ഈ ചിന്തകളോട് ചേർത്ത് പരീക്ഷാക്കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്ന സമയമാണ്. ഈ ദിവസങ്ങളിൽ വിവിധങ്ങളായ പരീക്ഷകൾ എഴുതുന്ന എല്ലാ കുട്ടികളെയും കർത്താവിൻ്റെ തിരുമുമ്പാകെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ്
അധികമായി അവരിൽ നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് മാനസാന്തരത്തിൻ്റെ വഴിയെ വരാനുള്ള നിന്റെ ആഹ്വാനത്തിന് ഞങ്ങൾ കാതോർക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴും ഞങ്ങളെ വിശ്വസിക്കുന്ന, ഞങ്ങളുടെ വീണ്ടെടുപ്പ് സ്വപ്നം കാണുന്ന ഞങ്ങളുടെ ദൈവമേ, നിനക്ക് ആരാധന. കർത്താവേ, നിന്റെ ചാരത്തേക്ക് ചേർന്നിരിക്കാൻ, സ്ലീവായിൽ നിന്നൊഴുകുന്ന കരുണ അനുഭവിക്കാൻ ഈ നാളുകളിൽ ഞങ്ങളെ ഒരുക്കണമേ. പ്രത്യേകമായി പരീക്ഷയ്ക്കൊരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭയങ്ങളെ നീ ദൂരെ അകറ്റണമേ. അവരുടെ ആത്മവിശ്വാസക്കുറവിനെ നീ പരിഹരിക്കണമേ. കർത്താവേ, നിന്റെ മാലാഖാമാർ, നിന്റെ വിശുദ്ധർ അവർക്ക് തുണയുണ്ടാകട്ടെ. പരിശുദ്ധി അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.